ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, താല്പര്യമുള്ളവർ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ്, ഓക്കെ, ഇവിടെ ഞാൻ ഇന്ന് ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒരു റീഡിംഗ് ആണ്. ഓക്കെ, അതായത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മറ്റുള്ളവരെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നത്? ഇത് ആരും ആവാം. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവൻ പരിചയപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആരായാലും ശരി. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത്? നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങളെക്കുറിച്ചാണ്. എൻ്റെ നിങ്ങൾക്കുള്ള നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. റീഡിംഗ് പോകുന്ന പോലെ മറ്റുള്ളവരെ നിങ്ങളെ കരുതുന്നത്. ഓക്കെ, 9 of Cups, Moon, 2 of Pentacles, Ace of Wands, 8 of Wands. ഓക്കെ, ഓക്കെ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കരുതുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി നിങ്ങളെപ്പോലെ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും എന്നല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, കുറച്ച് പേരെങ്കിലും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആവണം എന്ന രീതിയിൽ കുറച്ച് പേര് ചിന്തിക്കാറുണ്ട്. എവിടെയോ ഒരു വിഷ് എന്ന രീതിക്കാണ് നമ്മൾ പറയുക. സോ മേ ബി സംവെയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടാവും ദറ്റ് ഓക്കെ, എൻ്റെ ലൈഫ് അത്ര നല്ല ഒന്നുമല്ല, എനിക്ക് പലതും ഇല്ല എന്ന രീതിയിലൊക്കെ. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് എവിടെയോ മേ ബി നിങ്ങളത് പുറമെ അത്രത്തോളം കാണിക്കാത്തതുകൊണ്ടും ആയിരിക്കാം. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്കുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. മേ ബി നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട്, നിങ്ങളുടെ ജീവിതം നന്നായിട്ടാണ് പോകുന്നത് എന്നാണ് മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും. മേ ബി ചിലപ്പോൾ കാണാനൊക്കെ ആയിരിക്കാം നിങ്ങൾ നല്ല ഡ്രസ്സിങ് ആയിരിക്കാം. ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മളിവിടെ വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇടുന്നതല്ല. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാക്സിമം നല്ല രീതിക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മേ ബി ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. സോ അത് കണ്ടിട്ടായിരിക്കാം ചിലവർ ചിന്തിക്കുന്നത് എവിടെയോ നിങ്ങളെപ്പോലെ ആവണം എന്ന രീതിയിലൊരു ചിന്ത അവർക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലാണ് പോകുന്നത് എന്നൊക്കെയാണ് അവർ കരുതുന്നത്. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങൾ വളരെ ലക്കിയാണ് എന്നും കരുതുന്നുണ്ടാവാം. ഓക്കെ, സോ അതും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാം. ബട്ട് എവിടെയോ നിങ്ങൾ ഒരു മേ ബി ഒരു ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ പുറമെ എല്ലാവരും മുമ്പിൽ ഒരു ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ അത് കണ്ടിട്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെയോ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കൂടെ മിങ്കിളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവാം. ചിലപ്പോൾ അതും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള സമയങ്ങളിൽ അവർക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. കുറച്ച് പേർക്ക് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ പാർട്ടീസ് കാര്യങ്ങളൊക്കെ നടത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൽക്കരിക്കാനും ഒക്കെ നല്ല ഒരു നിങ്ങൾ അവരെ നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരു ഹാപ്പി ഫീലിംഗ് കൊണ്ടുവരുന്ന ആ ഒരു എനർജിയാണ് എനിക്ക് ആദ്യം തന്നെ വരുന്നത്. ഓക്കെ, പക്ഷേ അവർക്ക് എന്നാലും പലർക്കും നിങ്ങളെ ഫുള്ളായിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഹിഡൻ ഉണ്ട് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മേ ബി അത്രത്തോളം നിങ്ങൾ തുറന്ന് സംസാരിക്കാത്ത വ്യക്തികളാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സീക്രട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഓക്കെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നവർക്ക് ചിലവർ കരുതുന്നുണ്ടാവാം. പുറമേ യെസ് സന്തോഷം കാണുന്നുണ്ട്, ശരിയാണ്. ബട്ട് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മേ ബി മറയ്ക്കുന്നു എന്ന് തോന്നലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഒരു പിടി കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, ചിന്തകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സീക്രട്സ് ആയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടാവാം. നിങ്ങൾ അത്രത്തോളം മേ ബി ഓപ്പൺ അപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല. ഓക്കെ, ഒരു വശത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്യും. പക്ഷെ ഒരു വശം നമ്മൾ പറയില്ലേ, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്ന രീതിയിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അങ്ങനെ ഒരു നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, എല്ലാം ചിലപ്പോൾ തുറന്ന് പറയലുണ്ടാവില്ല. സോ മറ്റുള്ളവരും എവിടെയോ അവർക്ക് അറിയാം എന്നിട്ട് എന്തോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പിടികിട്ടാത്ത ഒരു പോർഷൻ കൂടി ഉണ്ട് എന്ന് കൂടി ചിന്തിക്കുന്നുണ്ട്. ആൻഡ്
അത് മാത്രമല്ല മേ ബി അപ്പോൾ അവർ പലരും ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു വേറൊരു സൈഡ് ഉണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഓക്കെ, എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ലൈക്ക് നിങ്ങളെ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ആൾക്കാർക്ക്. ഓക്കെ, നിങ്ങളുടെ ശരിക്കും എന്താണ്, നിങ്ങളെ പുറമേ കാണുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ആൾക്കാർക്ക് ഒരു മിസ്റ്ററി ഫീൽ ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. സോ ആൻഡ് ഇവിടെ അഗെയിൻ ഈ ഒരു 2 ഓഫ് പെൻറ്റിക്കിൾസും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ ഇഷ്ടപ്പെടണോ അതോ വേണ്ടേ, അതോ സംവെയർ ഒരു കൺഫ്യൂഷൻ ആൾക്കാരുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ മേ ബി അഗൈൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി എവിടെയോ നിങ്ങൾ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ പുറമേ ഉള്ളതല്ല അകത്ത് എന്നവർക്ക് തോന്നും. എന്ന് വെച്ചാൽ മോശത്തരത്തിലല്ല ഞാൻ പറയുന്നത്, മോശമായിട്ടുള്ളൊരു കാർഡല്ല വന്നിട്ടുള്ളത്. ബട്ട് എന്തോ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് മറിഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കായിരിക്കാം. അങ്ങനെ ഒരു ചിന്തയുണ്ട് അവർക്ക്. കുറേ പലർക്കും നിങ്ങളെക്കുറിച്ചൊരു ശരിക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. എന്ന് മാത്രമല്ല, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അവർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും ഓക്കെ നിങ്ങൾ എടുത്ത് ചെയ്യുന്ന രീതിയിൽ, അതായത് മൾട്ടിപ്പിൾ ജഗ്ലിങ് എന്ന രീതിക്ക് പറയാം. സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ജോലി, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, ഒരു ഭാഗത്ത് വീട്, ഫാമിലി കാര്യങ്ങൾ, അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, എല്ലാം കൂടി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ജഗ്ലി ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ടാവും. സോ നിങ്ങൾ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും പല കാര്യങ്ങൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ കാര്യത്തിലും മേ ബി ഫൈനാൻസിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും അവരുടെ മനസ്സിൽ മേ ബി തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ കയ്യിൽ മേ ബി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് കാണുന്നുണ്ടാവാം. സോ മേ ബി പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ആവാം. ഓക്കെ. ആൻഡ് ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഫയർ ഉണ്ട്, അതായത് എന്തെങ്കിലും ചെയ്യാനൊക്കെ വളരെയധികം എന്തൂസിയാസം. ഓക്കെ, നമുക്ക് ചെയ്യാം, റെഡി, നിങ്ങൾ എന്തെങ്കിലും തയ്യാറായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതൊരു കാര്യം വന്നാലും നിങ്ങൾ ചിലപ്പോൾ പുറകോട്ടാവില്ല, എല്ലാത്തിനും മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമായി നിന്ന്, അല്ലെങ്കിൽ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങളുടെ ഒരു പ്രസൻസ്. ഓക്കെ, ആൻഡ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ അങ്ങനെയൊക്കെ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ പാഷൻ ഉണ്ട് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, എല്ലാത്തിനോടും നിങ്ങളൊരു എന്തൂസിയാസത്തോടെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും, ഓരോ കാര്യം ചെയ്യാൻ നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ നിങ്ങളെല്ലാം ചെയ്യുന്ന രീതിക്കൊക്കെയാണ് അവർ കാണുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങളൊരു ലീഡറായിട്ട് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് നിങ്ങളെല്ലാത്തിനും മേ ബി അത് ഒരു വശത്ത് നിങ്ങൾ കരുതുന്നുണ്ടാവുന്നതായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു എന്ന്. ബട്ട് യെസ്, അത് മറ്റുള്ളവർ കാണുന്നുണ്ട്, അങ്ങനെയാവാം. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് മെയിൻലി എനിക്ക് ഫീൽ ചെയ്ത എന്തൂസിയാസമാണ് നിങ്ങളുടെ ഒരു ഫയർ എന്ന് പറയില്ലേ, നമ്മൾ എന്തും ചെയ്യാനുള്ള ഒരു ഉത്സാഹം, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. എനർജി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, മേ ബി അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര എനർജി നിൽക്കുന്നത് എന്ന് വരെ തോന്നുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് 8 ഓഫ് വാൻഡ്സും ഉണ്ട്. സോ യെസ്, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴായാലും അതിലെല്ലാം നിങ്ങളൊരു ഫുൾ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, നിങ്ങൾ വളരെ നന്നായിട്ട് എല്ലാവരോടും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന വ്യക്തികളായിരിക്കും. എല്ലാവരും അന്വേഷിക്കുക, മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കുക, എല്ലാവരെയും നമ്മൾ ആ ഒരു ക്ലോസ് ആയിട്ട് നിർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ 8 ഓഫ് വാൻഡ്സ് നിങ്ങൾ മേ ബി അവരെയൊക്കെ ആൾക്കാരെ കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ എല്ലാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ആക്ച്വലി ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അവർ പക്ഷെ എവിടെയോ ചില കാര്യങ്ങൾ അവർക്ക് നിങ്ങൾ ഫുള്ളായിട്ട് തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മിസ്റ്ററി ഉണ്ട് എന്ന രീതിക്കും ചിലർക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമാണ് ഇവിടെ ഒരു നെഗറ്റീവ് എന്നല്ല, ബട്ട് ഐ തിങ്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ. ഓക്കെ, ലെറ്റ്സ് സീ, കുറച്ച് കാഴ്ച കൂടി എടുക്കാം. നൈറ്റ് ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ് കണ്ടോ, മൂണിൻ്റെ താഴെ ഹൈ പ്രീസ്റ്റസ് വന്നു. അഗൈൻ സെയിം കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. 4 of Wands, 3 of Pentacles,
ആൻഡ് വാവ് 8 പെനിക്കൽ, വാവ് 8ൻ്റെ താഴെ 8 വീണ്ടും വന്നു. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഒരു കാര്യം എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ വളരെയധികം ഫ്രണ്ട്ലി ആണ്, നിങ്ങൾ നല്ലോണം മറ്റുള്ളവരുമായിട്ട് ഒരു റൊമാൻറ്റിക് സൈഡ് ഉണ്ട് നിങ്ങളുടെ എന്ന രീതിക്കോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും കെയറിങ് ആണ് എന്ന രീതിക്കൊക്കെ ഉണ്ടാവും. അഗൈൻ ഈ ആ ഒരു എന്തൂസിയാസം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഉത്സാഹം ഓരോന്നിനും, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്. നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ, ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ഇതൊരു വളരെ അധികം കെയർ ആയിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസും മൂണും സെയിം കാര്യം വീണ്ടും വന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് മറ്റുള്ളവർ കരുതുന്നത്. നിങ്ങളുടെ ഒരു പവർ ആയിരിക്കാം, നിങ്ങളുടെ ഓറ ആയിരിക്കാം, ഓക്കെ, നിങ്ങളിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്ന രീതിയിലാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്നുകൂടി ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ സ്പിരിച്വലി വളരെയധികം ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും. സോ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, മൂന്നും ഇത് രണ്ടും പറയുന്ന ഇൻറ്റ്യൂഷൻ്റെ കാര്യം കൂടിയാണ്. സോ മേ ബി യെസ്, നിങ്ങൾക്ക് പലരുടെയും കാര്യങ്ങൾ, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവുന്ന രീതിയിലുണ്ടാവും. കുറച്ച് പേർക്ക് നിങ്ങൾ ഈവൻ ടാരോ റീഡേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരായിരിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ആരും പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ഈവൻ നമ്മൾ പറയില്ലേ സൈലൻ്റ് ആണെങ്കിൽ പോലും ചിലത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ, നിങ്ങൾ വളരെ സൈലൻ്റ് ആൻഡ് സ്ട്രോങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ ആ ഒരു പവർ മറ്റുള്ളവരത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ എന്തോ ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, ഓക്കെ, പുറമേ കാണാത്തത് എന്തൊക്കെയോ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഞാനിവിടെ 4 ഓഫ് വൺസ് അഗൈൻ. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ മാരേജ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് എന്നായിരിക്കും മറ്റുള്ളവർ കരുതുന്നത്, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ നല്ലതാണ് എന്നാരെങ്കിലും ഒക്കെ കരുതുന്നുണ്ടാവാം, അങ്ങനെയാവാം. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ മേ ബി നിങ്ങൾക്ക് പോസിബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരു മാരേജ് കുറച്ച് പേര് നിങ്ങളെ ലൈക്ക് കല്യാണം ആലോചിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്റ്റേബിളായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു മുന്നോട്ട് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ 3 ഓഫ് പെനിക്കൽസ് അഗൈൻ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾ വളരെ ഐ തിങ്ക് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക, എല്ലാവരോടും കൂടി ചേർന്ന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ചേർത്ത് ഓരോന്ന് വർക്ക് ചെയ്യുന്ന രീതിയിൽ കാണും. സോ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഒരു ടീം പ്ലെയർ എന്ന് പറയും നമ്മൾ, അല്ലേ, അതായത് ഗ്രൂപ്പായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഹെൽപ്പ് കൊടുക്കുക, എല്ലാവരെയും ചേർത്ത് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അതിപ്പോൾ ഈവൻ ജോലി സ്ഥലത്ത് മാത്രമല്ല, ഫാമിലിയിലായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും ഐ തിങ്ക് നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വ്യക്തികളായിരിക്കും. ഇവിടെ നിങ്ങളൊരു എല്ലാവരോടും കൂടിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു എനർജി വരുന്നുണ്ട്. 8 ഓഫ് പെനിക്കൽസ്, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ട്. അതിപ്പോൾ അഗൈൻ ജോലിയിലാവണം നിർബന്ധമില്ല, ജോലി സ്ഥലത്തും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മറ്റുള്ളവർ കരുതുന്നത്. നിങ്ങളുടെ ഓഫീസിലുള്ളവർ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഈവൻ ഓഫീസിൽ നിങ്ങൾ ടീം പ്ലെയർ ആണ്, അതായത് നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ചെയ്യും കാര്യങ്ങൾ എന്നവർ കരുതുന്നുണ്ട്. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾ ഈ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒക്കെ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് എഫർട്ട് ഇടുന്ന വ്യക്തികളാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് കാണുന്നത്. ഓവറോൾ നമുക്കിവിടെ വേറൊന്നും പറയാനില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു റിപ്പിൾഡൊക്കെ എടുക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നത് വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടൊരു സൈനാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ. ഓക്കെ, ഈവൻ കാണാൻ ഭംഗി, ഓക്കെ, അതും പറയാം. ഐ തിങ്ക് ഞാൻ 9 ഓഫ് കപ്സ് ഞാൻ പറഞ്ഞ വെൽ ഡ്രസ്ഡ് എന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ കാണാനും ഒക്കെ ഭംഗിയുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസും നമ്മൾ അങ്ങനെയാണ് പറയാറ്, നിങ്ങൾക്കൊരു ബ്യൂട്ടി ഓറ, ഓക്കെ, അത് ലേഡീസ് ആണെന്ന് നിർബന്ധമില്ല, ജെൻസ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ഒരു ഹാൻസം ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഓറയാണ് മെയിനായിട്ട്, അല്ലാതെ കാണാനുള്ള ഭംഗി എന്നല്ല, ബട്ട് എവിടെ ഒരു അട്രാക്റ്റീവ്നെസ് എന്ന് പറയും നമ്മൾ, അങ്ങനെയായിരിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് വളരെ എന്തായാലും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മറ്റുള്ളവർക്ക്. ഇത് ഐ തിങ്ക് നിങ്ങൾ പറയും മേ ബി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങളെ, ഓക്കെ, ജലസി തോന്നാം ചിലപ്പോൾ നിങ്ങളോട്, അങ്ങനെയായിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളോട് ജലസി ഉണ്ടാവാം. മൂൺ കാർഡ് ആക്ച്വലി മേ ബി ചില കാര്യങ്ങൾ അവർക്ക് നിങ്ങളോടൊരു ജലസി തോന്നുന്നുണ്ടാവും, അങ്ങനെയും പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ, ടൈം ഐ ഡോണ്ട് നോ ഇതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ടൈം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് പറയാം ഞാൻ. പർപ്പസ്, മിസ്റ്ററി ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, മിസ്റ്ററി, നെഗറ്റിവിറ്റി,
ഗാർഡിയൻ. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഐ ടുക്ക് ദിസ്. ഓക്കെ, മോട്ടിവേഷൻ, ഫൈൻ. സി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്ന്. ഓക്കെ, ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ഇപ്പം നിങ്ങളൊരു നെഗറ്റീവ് ഫേസിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ ആരും കെയർ ചെയ്യുന്നില്ല, ഓക്കെ, നിങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ മേ ബി ഇവിടെ ഈ ഒരു അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലൈഫിൽ യൂണിവേഴ്സ് തരും. ഓക്കെ, നിങ്ങളുടെ സമയമാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിപ്പോൾ ഫൈനാൻഷ്യലി ആയിരിക്കാം, ഫാമിലി വൈസ് ആയിരിക്കാം, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് സന്തോഷങ്ങൾ, അബണ്ടൻസ് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ വിട്ടേക്കും. ഓക്കെ, ഇവിടെ എന്തായാലും പോസിറ്റീവായിട്ടാണ് വന്നത്. ബട്ട് ഇൻ കേസ് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്താൽ പോലും നമ്മൾ പറയുന്നത്, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട് ആൻഡ് നിങ്ങൾക്കെല്ലാം അബണ്ടൻസ് നിങ്ങൾക്ക് വരാനുള്ള സമയത്ത് ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് വരും എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ പർപ്പസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്തുകൊണ്ട്, ഓക്കെ, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്ന ഓരോ കാര്യം, ഓക്കെ, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രോബ്ലംസും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കൂ, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഇവിടെ മിസ്റ്ററി അഗൈൻ, യെസ്, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ മിസ്റ്ററി ആയിട്ട് കാണുന്നുണ്ട്, അതൊന്ന്. എന്ന് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഐ തിങ്ക് ഉണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, ആരോടും തുറന്നു പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ ഇവിടെ ലൈഫിനെ തന്നെ നിങ്ങളൊരു മിസ്റ്ററി ആയിട്ട് കാണൂ എന്നൊരു നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ ചുറ്റും. മേ ബി ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജലസിയുടെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ജലസി ഉണ്ടെങ്കിൽ തന്നെ പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഗാർഡിയൻ കാണുന്നുണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് മോട്ടിവേഷൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യുമെന്ന്. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ബട്ട് അതേ മോട്ടിവേഷൻ നിങ്ങൾ അവനവന് കൊടുക്കൂ. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് ലൈക്ക് ഈ റീഡിങ് കാണുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നത് പറയാം. എനിക്ക് തോന്നുന്നത് നിങ്ങളിതൊക്കെ പുറമേ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്, മറ്റുള്ളവരെ കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുന്ന പലതുമായിരിക്കും. ഓക്കെ, ബട്ട് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ, ഓക്കെ, നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവും. നിങ്ങളെ പോരാ എന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കാനില്ല, എൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെയൊക്കെ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ടാവും. ഇവിടെ ഈ യൂണിവേഴ്സ് ഇപ്പോൾ ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്താ നോക്കൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളത് തിരിച്ചറിയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നില്ല. ആൻഡ് ഇവിടെ മോട്ടിവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുക, അവരെ കൂടെ നിൽക്കുക, എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ബട്ട് എന്നിട്ട് നിങ്ങൾ അവനവനെ തന്നെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവനവനെ തന്നെ നിങ്ങൾ മോശമായിട്ട് കരുതുക, അങ്ങനെയായിരിക്കും നിങ്ങളുടെ നേച്ചർ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഓക്കെ, സോ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പല ബ്ലെസ്സിങ്സും ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ തിരിച്ചറിയാതെ പോവുകയാണ് എന്നാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്ന തരത്തിൽ നിങ്ങളുടെ കയ്യിൽ പലതും ഉണ്ട്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ എപ്പോഴും ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് തന്നെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ശരി, നിങ്ങൾ ആരും കണ്ണുതട്ടുന്ന അങ്ങനത്തെ പല കാര്യങ്ങളാണെങ്കിലും ശരി, ജലസി ആണെങ്കിലും ശരി, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ് ഇവിടെ മോട്ടിവേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവനവന് കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊപ്പം അതേപോലെ തന്നെ നിങ്ങളെപ്പോഴും ഈ മറ്റുള്ളവരോട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ അവരോട് സമാധാനിപ്പിക്കും, അവരോട് പറയും സാരമില്ല, ആ കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്കൊക്കെ പറയും, അല്ലേ. സോ അതേപോലെ നിങ്ങൾ അവനവനോട് സംസാരിക്കാൻ തുടങ്ങും. ഓക്കെ, അവനവനോട് ആ പോസിറ്റീവ് ടോക്കിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, ടോക്ക് ടു യുവർ സെൽഫ് ആസ് യു ആർ ടോക്കിംഗ് ടു യുവർ ഫ്രണ്ട് എന്നാണ് പറയാം. ഓക്കെ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും വിഷമോ സങ്കടമോ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, അവരെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കും, അതേപോലെ അവനവനെ ചെയ്യും. ഓക്കെ, അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ എന്നാണ്. ഓക്കെ, സോ ഈ റീഡിങ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണം അതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ നിങ്ങൾക്ക് പോരായ്മകളൊക്കെ തോന്നുന്നതും എല്ലാം, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ പുറമേ മറ്റുള്ളവർ കാണുന്നത് വേറൊരു പിക്ചറാണ്. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്ന അതിന് പോസിറ്റീവായിട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളിൽ ഉള്ള കാര്യങ്ങളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുമോ അവനവനെ. ഓക്കെ, എന്തെങ്കിലും പോസിറ്റീവായിട്ടിരിക്കും. എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.